അങ്ങനെ വലിയ ഉൾപാർട്ടി പ്രശ്നങ്ങളോ പടലപ്പിണക്കങ്ങളോ തമ്മിൽ പോരോ ഒന്നും കേൾക്കാത്ത ഒരു പ്രസ്ഥാനമാണ് CPM അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനം. പാർട്ടിക്കുള്ളിൽ പാർട്ടിയുടെ തീരുമാനമനുസരിച്ച് മുൻപോട്ട് പോകുന്ന നേതാക്കന്മാരാണ് എല്ലാവരും. എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായി സഖാവ് പിണറായി വിജയൻ്റെ ഏകാധിപത്യ സ്വരമാണ് പാർട്ടിക്കുള്ളിൽ ഉയർന്നു കേൾക്കുന്നതെന്നും പിണറായിക്ക് ഇഷ്ടമല്ലാത്തവരെയെല്ലാം തഴയുന്നൊരു സ്വഭാവവും രീതിയും ഉണ്ട് എന്ന തരത്തിലേക്കായിരുന്നു വാദങ്ങൾ ഉയർന്നു കേട്ടിരുന്നത്. VS അച്യുതാനന്ദൻ തൊട്ട് ഇങ്ങോട്ടുള്ള നേതാക്കന്മാരെ തന്നേക്കാൾ മുകളിലേക്ക് വളരുന്നുവെന്ന് തോന്നുന്നവരെയോ അല്ലെങ്കിൽ തൻ്റെ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ തൻ്റെ രീതികളോ അനുസരിച്ച് മുൻപോട്ട് പോകാൻ സാധിക്കാത്ത നേതാക്കന്മാരെയോ വെട്ടിനിരത്തിക്കളയുന്നൊരു സ്വഭാവം പിണറായിക്കുണ്ട് എന്ന വാദം രൂക്ഷമായ രീതിയിൽ പാർട്ടിക്കുള്ളിലുണ്ട്. പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് മുഖ്യമന്ത്രി പദം അലങ്കരിക്കുന്നവർക്കും MLA-മാർക്കുമൊന്നും ആയിരുന്നില്ല അധികാര കേന്ദ്രം, അത് സെക്രട്ടറി തന്നെയായിരുന്നു. എന്നാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയപ്പോൾ സെക്രട്ടറി MV ഗോവിന്ദന് ശബ്ദമില്ല, മിണ്ടാട്ടമില്ല. സ്തുതിപാഠകനായിരിക്കേണ്ട ഗതിയിലേക്ക് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാറിയിരിക്കുന്നു. MV ഗോവിന്ദൻ എന്ന വ്യക്തിയിലേക്കല്ല, ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറിയിലേക്കാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്നാൽ അതേ സെക്രട്ടറി തൻ്റെ സ്ഥാനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ പിണറായി വിജയനോടൊപ്പം സ്തുതിപാഠകനായി പോകുന്ന ഒരു സ്ഥിതി കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലുണ്ട് എന്നതും തള്ളിക്കളയാൻ കഴിയില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രം ഇളവ് നൽകിക്കൊണ്ടുള്ള ഒരു സംസ്ഥാന സമ്മേളനം നടന്നിരിക്കുകയാണ്. 75 വയസ്സ് പിന്നിട്ട എല്ലാവരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. 75 വയസ്സ് എന്ന് പൂർത്തിയാക്കുന്നു, അത്തരക്കാരെയും പുറത്താക്കണം അന്ന് തന്നെ എന്ന് G. സുധാകരൻ അടക്കമുള്ള ഇടതുപക്ഷ നേതാക്കന്മാർ പറയുമ്പോഴും ഇപ്പോൾ അവിടെ ഉയർന്നു കേൾക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഷേധം എന്തെന്നാൽ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വളരെ പ്രധാനപ്പെട്ട ചില നേതാക്കന്മാരെ പരിഗണിച്ചില്ല. അവരെ പരിഗണിക്കാത്തത് കൊണ്ട് ആ പ്രധാനപ്പെട്ട 3 നേതാക്കന്മാർ ഇപ്പോൾ പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ്. സമ്പൂർണ്ണ ഐക്യത്തിൻ്റെ പ്രഘോഷണത്തിൻ്റെ വേദിയാണെന്ന് CPM നേതാക്കൾ വിശേഷിപ്പിച്ച കൊല്ലം സംസ്ഥാന സമ്മേളനത്തിന് ശേഷം പാർട്ടിയിൽ അതൃപ്തി രൂക്ഷമാകുകയാണ്. സംസ്ഥാന കമ്മിറ്റി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് തെരഞ്ഞെടുപ്പുകളെ ചുറ്റിപ്പറ്റിയാണ് പ്രതിഷേധം നുരഞ്ഞു പൊന്തുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പുതിയ പാനലിൽ എതിർപ്പറിയിച്ച P. ജയരാജനും J. മേഴ്സിക്കുട്ടിയമ്മയും A. പത്മകുമാറും ആദ്യ സംസ്ഥാന സമിതി യോഗത്തിൽ തന്നെ വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തതിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതിഷേധം രേഖപ്പെടുത്തി പത്തനംതിട്ടയിൽ നിന്നുള്ള A. പത്മകുമാറും കണ്ണൂരിൽ നിന്നുള്ള N. സുകന്യയും രംഗത്ത് വന്നിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്താൻ ഇനി ഒരവസരമില്ലെന്ന തിരിച്ചറിവാണ് P. ജയരാജന്റെ എതിർപ്പിന് കാരണം. സംസ്ഥാന സമിതിയിൽ പുതിയ സെക്രട്ടേറിയറ്റിന്റെ പാനൽ അവതരിപ്പിച്ചപ്പോൾ തന്നെ അദ്ദേഹം എതിർപ്പ് അറിയിക്കുകയായിരുന്നു. വിയോജിപ്പ് തുറന്നു പറഞ്ഞ P. ജയരാജൻ സെക്രട്ടേറിയറ്റ് പാനൽ പുനഃപരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടു. വിയോജിപ്പുണ്ടെങ്കിലും എതിർപ്പ് വോട്ട് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞത് നേതൃത്വത്തിന് ആശ്വാസമായി. സമ്മേളനത്തിന് ആതിഥേയത്വം വഹിച്ച കൊല്ലം ജില്ലയിൽ നിന്നുള്ള J. മേഴ്സിക്കുട്ടിയമ്മയും സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കാത്തതിലുള്ള എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. പാർട്ടിയിൽ പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യം ഉണ്ടായിട്ടും പരിഗണിക്കാത്തത് അനീതിയാണെന്ന വികാരത്തിലായിരുന്നു മേഴ്സിക്കുട്ടിയമ്മ. സംസ്ഥാനത്ത് നിന്നുള്ള വനിതാ നേതാക്കളിൽ ഏറ്റവും മുതിർന്ന നേതാവ് J. മേഴ്സിക്കുട്ടിയമ്മയാണ്. 1998 പാലക്കാട് നടന്ന സമ്മേളനത്തിൽ വെച്ചാണ് മേഴ്സിക്കുട്ടിയമ്മയും P. ജയരാജനും സംസ്ഥാന കമ്മിറ്റിയിൽ എത്തുന്നത്. VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ CATU വിഭാഗത്തെ വെട്ടിനിരത്തിയ സമ്മേളനത്തിൽ ഔദ്യോഗിക പാനലിലൂടെയാണ് ഇരുവരും സംസ്ഥാന കമ്മിറ്റിയിൽ വന്നത്. ഇത്രയും സീനിയറായിട്ടും സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് ഇതുവരെയും പരിഗണിക്കാത്തത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അനിഷ്ടമാണെന്ന് വ്യക്തമാണ്. EP. ജയരാജനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന ആരോപണം സംസ്ഥാന സമിതിയിൽ ഉന്നയിച്ച P. ജയരാജൻ MV ഗോവിന്ദന്റെ പിന്തുണയോടെയാണ് ആ നീക്കത്തിന് മുതിർന്നത്. എന്നാൽ EP-ക്കെതിരെ ഉപയോഗിക്കാൻ P. ജയരാജനെ കരുവാക്കാൻ ശ്രമിച്ച MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ജയരാജനെ തഴഞ്ഞപ്പോൾ മിണ്ടിയില്ല. മുഖ്യമന്ത്രിക്ക് മുന്നിൽ സമ്പൂർണ്ണ വിധേയനായി ഓച്ചാനിച്ച് നിൽക്കുന്ന സംസ്ഥാന സെക്രട്ടറിയാണ് MV ഗോവിന്ദൻ എന്നാണ് പാർട്ടിക്കുള്ളിലെ പരിഹാസം. നിലപാട് തുറന്നു പറയാനൊരു മടിയും കാട്ടാത്ത ശൈലിയാണ് മേഴ്സിക്കുട്ടിയമ്മയെ തഴയാൻ കാരണമെന്ന് സൂചനകളുണ്ട്. EMCCയുമായുള്ള ധാരണ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ളവർ അറിഞ്ഞിരിക്കാം. അത് അനൗപചാരിക ആശയവിനിമയം മാത്രമാണ്. സർക്കാരിനെതിരെ ഇടയലേഖനമിറക്കിയ കൊല്ലം രൂപതയ്ക്കെതിരെ ആഞ്ഞടിച്ച് മേഴ്സിക്കുട്ടിയമ്മയും രംഗത്തുണ്ടായിരുന്നു.
2016 മാത്രം പാർട്ടി കൂടാരത്തിലെത്തിയ വീണ ജോർജിനെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടും തന്നെ തഴഞ്ഞതാണ് പത്തനംതിട്ടയിലെ മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എ പത്മകുമാറിനെ ചൊടിപ്പിച്ചത്. ചതി, വഞ്ചന, അനീതി എന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട പത്മകുമാർ കടുത്ത നിലപാടാണെന്നാണ് സൂചന. ഓരോ അനീതിയിലും നീ കോപത്താൽ വിറയ്ക്കുന്നുണ്ടെങ്കിൽ നീ എൻ്റെ ഒരു സഖാവാണ് എന്ന ചെഗുവേരയുടെ വാചകം ഉദ്ധരിച്ചുകൊണ്ടാണ് കണ്ണൂരിൽ നിന്നുള്ള മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എ സുകന്യയുടെ പ്രതിഷേധം. സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുമെന്ന് പ്രതീക്ഷിച്ച നേതാവാണ് എൻ സുകന്യ. സുകന്യയുടെ ഭർത്താവ് ജെയിംസ് മാത്യു കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് സംസ്ഥാന കമ്മിറ്റി അംഗത്വത്തിൽ നിന്ന് സ്വയം ഒഴിവായിരുന്നു. സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കപ്പെടാത്തതിൽ തിരുവനന്തപുരത്ത് നിന്നുള്ള എം വിജയകുമാറിനും കടകംപള്ളി സുരേന്ദ്രനും അമർഷത്തിലാണ്. പിണറായി വിജയൻ കഴിഞ്ഞാൽ CPM സംസ്ഥാന കമ്മിറ്റിയിൽ ഏറ്റവും സീനിയറായ നേതാവ് എം വിജയകുമാറാണ്. 1978 പിണറായി സംസ്ഥാന കമ്മിറ്റിയിൽ എത്തുന്നത്. വിജയകുമാർ 1984 സംസ്ഥാന കമ്മിറ്റിയിലെത്തി. 75 വയസ്സിനോട് അടുക്കുന്ന വിജയകുമാറിനും പി ജയരാജനെ പോലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് അവസരമില്ല. മുഖ്യമന്ത്രിയുടെ ഇഷ്ടം എന്ന ഒറ്റ മാനദണ്ഡത്തിലാണ് സംസ്ഥാന കമ്മിറ്റിയിലേക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കും പുതിയ ആളുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും തൻ്റെ ഇഷ്ടക്കാരെയും തനിക്കൊപ്പം നിൽക്കുന്നവരെയും മാത്രം സംസ്ഥാന കമ്മിറ്റിയിലേക്കും സെക്രട്ടേറിയറ്റിലേക്കും ഉൾപ്പെടുത്തുന്ന അതീവ വ്യത്യസ്തമാർന്ന ഒരു നിലപാടാണ് പിണറായി വിജയൻ സ്വീകരിച്ചിരിക്കുന്നത് എന്ന ചർച്ച സജീവമായി പാർട്ടിക്കുള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ നേതാക്കന്മാരെല്ലാം ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പ്രതിഷേധം അറിയിക്കുന്നുമുണ്ട്. ഇനി പ്രതിഷേധം പറയാൻ കഴിയാത്ത തരത്തിലേക്ക് പഞ്ചപുച്ഛം അടക്കിയിരിക്കുന്നവരും പാർട്ടിക്കുള്ളിലുണ്ട് എന്ന സൂചനകൾ പുറത്തു വരുന്നുമുണ്ട്. ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല 2025 മാർച്ച് 13 വ്യാഴാഴ്ച അടുപ്പുവിട്ട് രാവിലെ 10:15 പൊങ്കാല നിവേദ്യം ഉച്ചയ്ക്ക് 1:15.